വേറെ വിഷയമാവും. ജിമ്മിനുള്ളിൽ ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന് ജിം ട്രെയിനർക്ക് ക്രൂരമർദ്ദനം. പത്തനംതിട്ട ജില്ലയിലെ വെണ്ണിക്കുളം നഗരത്തിൽ പ്രവർത്തിക്കുന്ന പെഗാസസ് എന്ന ജിമ്മിലാണ് ഇന്നലെ വൈകുന്നേരം 6 മണിയോടുകൂടി ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായത്. ഈ ജിം ട്രെയിനറായിട്ടുള്ള വെണ്ണിക്കുളം സ്വദേശി അലന് ഗുരുതരമായി തന്നെ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് 6 മണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യാനെത്തിയ ഷിജിൻ ജിമ്മിനുള്ളിൽ വെച്ച് ഹാൻഡ്സ് ഉപയോഗിക്കുകയായിരുന്നു. ഈ സമയം ജിമ്മിനുള്ളിൽ ഉണ്ടായിരുന്ന മറ്റാളുകൾ ഇത് തങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് എന്ന് ജിമ്മിലെ ട്രെയിനറെ അറിയിക്കുന്നു. ഇതേ തുടർന്നാണ് ജിമ്മിലെ ട്രെയിനറായിട്ടുള്ള അലൻ ഷിജിന്റെ അരികിലെത്തി ഇത്തരത്തിൽ ജിമ്മിനുള്ളിൽ വെച്ച് ഹാൻഡ്സ് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത്. ഇതിലുള്ള വിരോധം മൂലം ഈ ഷിജിൻ അയാളുടെ ബന്ധുവായിട്ടുള്ള സുധീറിനെ ആ സ്ഥലത്തേക്ക് ജിമ്മിലേക്ക് വിളിച്ചു വരുത്തുകയായിരുന്നു. സുധീർ ഏതാണ്ട് 17ഓളം കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ സുധീറിന്റെ നേതൃത്വത്തിൽ ജിമ്മിനുള്ളിൽ വെച്ച ജിമ്മിലെ ട്രെയിനറെ അതിക്രൂരമായി മർദ്ദിക്കുകയായിരുന്നു. ഈ ജിമ്മിൽ ആ സമയത്തുണ്ടായിരുന്ന പെൺകുട്ടികൾ അടക്കമുള്ള ആളുകൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്താണെങ്കിലും കോയിപ്പുറം പോലീസ് ഉടൻ തന്നെ ഈ സ്ഥലത്തെത്തുകയും മേൽനടപടികൾ സ്വീകരിക്കുകയും ചെയ്തു. ഇതിലെ പ്രധാന പ്രതിയായിട്ടുള്ള സുധീറിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വേറെ വിഷയമാവും. നീ ചെയ്യാൻ എൻ്റെ മകനാണ് ഇന്നലെ അപകടം സംഭവിച്ചത്. വെണ്ണിക്കുളത്തുള്ള ജിമ്മിൽ ട്രെയിനറായി പോയപ്പോൾ അവിടെ വന്ന 2 കുട്ടികൾ ലഹരി ഉപയോഗിച്ച് വന്നിരുന്നു എന്ന് അത് പാടില്ല എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ അവർ അതിക്രൂരമായി മർദ്ദിക്കുകയും തലയ്ക്ക് ഭയങ്കരമായ പൊട്ടലുണ്ടാവുകയും കൈയുടെ വിരലുകൾ ഒടിഞ്ഞ് കൈക്കും മുഖത്തും എല്ലാം ബെൽറ്റ് കൊണ്ടും കമ്പിവടി കൊണ്ട് അടിച്ച് ഹെൽമെറ്റ് കൊണ്ട് തലയ്ക്കടിച്ച് വളരെ ഗുരുതരമായി അവനെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു. മറ്റാളുകളിൽ പരാതിപ്പെട്ട് ഇതിൻ്റെ സ്മെല്ല് കാരണം ഞങ്ങൾക്ക് പറ്റുന്നില്ല. അവൻ പെട്ടെന്ന് മാസ്റ്ററെ വിളിച്ചു. മാസ്റ്ററോട് ചോദിച്ചുകൊണ്ട് പറഞ്ഞു ആളോട് ഇത് പറ്റില്ല എന്ന് പറയാൻ പറഞ്ഞു. അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ വളരെ ആക്രോശിച്ച് വളരെ ഒരു ചീത്ത വാക്കും പറഞ്ഞുകൊണ്ട് വന്ന് അവനെ അടിച്ചിട്ട് നീയാണോ ലഹരി വിമുക്തമാക്കാൻ പോകുന്നത്, നീയാണോ എല്ലായിടത്തും ഇത് ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചിട്ട് നീ ആരാ ഞങ്ങളോട് ചോദിക്കാനെന്നും ചോദിച്ച് വന്നിട്ട് അടിക്കുമായിരുന്നു. അടിച്ച് നിലത്തിട്ട് ചവിട്ടി കമ്പിവടി എടുത്ത് തലയ്ക്കടിച്ച് മൂക്കിൻ്റെ പാലം പൊട്ടലുണ്ട്. അങ്ങനെ വളരെ അതിദാരുണമായിട്ട് എൻ്റെ ശരീരഭാഗം ഡോക്ടറൊക്കെ കണ്ടിട്ട് തന്നെ ഡോക്ടർക്ക് അമ്പരന്ന് നിൽക്കുന്ന രീതിയിലായിരുന്നു. അത്ര മോശമായ ഉപദ്രവമാണ് ഉണ്ടായിരിക്കുന്നത്. രണ്ടും ആദ്യം ആക്രമിച്ചു. അതിനുശേഷം അവർ ഫോൺ ചെയ്ത് പുറത്തുനിന്ന് ഈ ആളുകൾ ആരൊക്കെയാണെന്നൊന്നും എനിക്കറിയില്ല. ആ ആളുകൾ കൂടെ കയറി വന്ന് മകനെ ഉപദ്രവിക്കായിരുന്നു. ജിമ്മിലുണ്ടായിരുന്ന മറ്റു കുട്ടികൾ തടയാൻ ശ്രമിച്ച് അവർക്ക് എല്ലാവർക്കും ഇതിൻ്റെ അടിയേൽക്കുകയും ജിമ്മിൽ വരുന്ന ലേഡീസ് ഉണ്ടായിരുന്നു. അവർ എല്ലാവരും ഇതിന് ദൃക്സാക്ഷികളായിരുന്നു. പല കുട്ടികൾക്കും ഇതിൻ്റെ മർദ്ദനം ഏറ്റിട്ടുണ്ട്. ജിമ്മിലുണ്ടായിരുന്ന പെൺകുട്ടികൾക്കടക്കം മർദ്ദനമേറ്റിട്ടുണ്ട്. ഉണ്ട്. ജിമ്മിലുണ്ടായിരുന്ന പെൺകുട്ടികൾക്കടക്കം ലേഡീസ് ഉണ്ടായിരുന്നു. അവരടക്കം അവർ പിടിച്ച് മാറ്റാൻ ശ്രമിച്ചിട്ട് അവരെല്ലാവരും ഇവൻ്റെ കൂടെയുള്ള കുട്ടികൾക്കൊക്കെ മർദ്ദനം ഏറ്റിട്ടുണ്ട്. പക്ഷേ ഇവനാണ് കൂടുതലായിട്ട് ഇവനെയാണ് ഇവൻ പറഞ്ഞതുകൊണ്ട് ലഹരി ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ വിരോധമാണ്. അതെ അതിൻ്റെ വിരോധം. കാരണം എഗ്രിമെൻ്റ് സൈൻ ചെയ്താണ് അകത്ത് കയറ്റുന്നത് ലഹരി ഇൻസൈഡ് ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. അതുകൂടാതെ അവിടെ എഴുതി വച്ചിട്ടുണ്ട് അകത്ത് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന്. വീണ്ടും അത് ഉപയോഗിച്ചിട്ട് വന്നപ്പോൾ അതിവിടെ പാടില്ല എന്ന് അവൻ പറഞ്ഞു എന്നുള്ള ഒറ്റ കാരണമേ ഉള്ളൂ, അല്ലാതെ മറ്റൊന്നും തന്നെ ഇല്ല. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ഒളിവിലാണെന്നാണ് പറയുന്നത്.
അറിയില്ല. നമുക്ക് എന്താണെങ്കിലും ഗുരുതരമാണ്. പരിക്ക് ഗുരുതരമാണ്. എന്തായാലും നമുക്ക് നീതി കിട്ടണം, അത്രേ ഉള്ളൂ. 17ഓളം കേസുകളിൽ പ്രതിയായിട്ടുള്ള സുധീറിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു അക്രമം ഉണ്ടായത്. ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള പ്രതികളെയും എത്രയും വേഗം പിടികൂടാൻ സാധിക്കുമെന്നുള്ളതാണ് കോയിപ്പുറം പോലീസ് പറയുന്നത്. പത്തനംതിട്ട വെണ്ണിക്കുളത്തു നിന്നും അരുൺ മലയിലിനൊപ്പം രാഹുൽ ഇരുമ്പുകുഴി, ഫോക്കസ് ന്യൂസ് TV. വേറെ വിഷയമാവും. നീ ചെയ്യാൻ കേട്ടോ. ബെന്നെ Ini